സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. പഴമ്പാലക്കോട് SMM ഹൈസ്കൂളിൽ പ്രതിഭകളെ ആദരിക്കുന്ന പ്രതിഭോത്സവം 2026 കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പഴമ്പാലക്കോട് SMMHS സ്കൂളിൽ ഈ വർഷത്തെ പ്രതിഭോത്സവം 2026 വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. കെ രാധാകൃഷ്ണൻ MP പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് N രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാദേവി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് ബഷീർ പ്രതി പ്രകാശനം നിർവഹിച്ചു. കുട്ടികളെല്ലാം കൂടി ബഷീർ ദിനത്തിൽ ബഷീറുമായി ബന്ധപ്പെട്ട രചനകൾ പൂർത്തിയോജിപ്പിച്ചുകൊണ്ടുള്ള പതിപ്പിന്റെ ഔപചാരികമായ പ്രകാശനം വിദ്യാർത്ഥിക്ക് നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട MP നിർവഹിക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാജേഷ്, ബ്ലോക്ക് അംഗം M വിഷ്ണു, വാർഡ് അംഗം ബിനുമോൾ, സ്കൂൾ മാനേജർ EP വർഗീസ്, പ്രിൻസിപ്പൽ K അജയ്, സ്കൂൾ പ്രധാനാധ്യാപിക മിനി രവീന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി നാരായണൻകുട്ടി, PTA വൈസ് പ്രസിഡന്റ് വിനോദ്, മാനേജ്മെന്റ് പ്രതിനിധി ജോൺ P ചെറിയാൻ, MN വിനോദ്, V രാമദാസ്, KM പ്രീത തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച മിടുക്കരെയും നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്, USS സ്കോളർഷിപ്പ് എന്നിവ നേടിയ വിദ്യാർത്ഥികളെയും മെമന്റോ നൽകി ചടങ്ങിൽ അനുമോദിച്ചു. ഇതോടൊപ്പം ഗൈഡ്സിൽ രാജ്യപുരസ്കാരം നേടിയ പ്രതിഭകളെയും കായികരംഗത്ത് സംസ്ഥാന ദേശീയ തലങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങളെയും അബാക്കസ് മത്സരങ്ങളിൽ സംസ്ഥാനതല വിജയം നേടിയ വിദ്യാർത്ഥികളെയും എഴുതിയ എല്ലാ കുട്ടികളും ജയിക്കുക എന്നുള്ളത് ഇത്രയും വലിയ ഒരു സ്കൂളിന് അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ഈ അഭിമാനകരമായ നേട്ടത്തിന് ഈ വിദ്യാലയത്തിലെ അധ്യാപകരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. കാരണം നമുക്കറിയാം, ഇന്നത്തെ വർത്തമാനകാലത്തിൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. ജയിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കടമ്പയാണെങ്കിൽ ഒരു ദിവസം എക്സാമിന്റെ രാവിലെ എല്ലാ കുട്ടികളും വന്നോ എന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ വരാത്ത കുട്ടികളെ വീട്ടിൽ പോയി വിളിച്ചു കൊണ്ടുവരുന്ന സ്ഥിതി അടക്കം നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ വിജയത്തിന് വേണ്ടി ഈ സ്കൂളിൽ നടത്തിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, അത് അധ്യാപകരുടെയും PTA-യുടെയും സംയുക്തമായ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ വിജയം കൂടിയാണ്. ഇവിടെ ക്ലാസ് ടൈം കൂടാതെ നൈറ്റ് ക്ലാസ്, നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് പ്രതിനിധി ജോൺ സാറാണ് ആദ്യമായി ഈ സ്കൂളിൽ നൈറ്റ് ക്ലാസിന്റെ ഒരു ആശയം കൊണ്ടുവന്നത്. ചടങ്ങിൽ വെച്ച് പ്രത്യേകമായി ആദരിച്ചു.